കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ഉച്ചപൂജ തൊഴുതു. ഇന്ന് നല്ല സന്തോഷമാണ്. ഇന്ന് മൊത്തത്തിൽ എന്താ വെച്ചാൽ തൃപ്പൂത്തരി അല്ലേ, അപ്പോൾ ആ തൃപ്പൂത്തരി പായസമൊക്കെ ഉണ്ട്. പുത്തരി പായസമൊക്കെ കഴിച്ചിങ്ങനെ നല്ല സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ. അപ്പോൾ ഇന്ന് തൃപ്പൂത്തരിയുടെ പൂജയും ഉച്ചപൂജയൊക്കെ ഉണ്ടായത് തന്ത്രി തിരുമേനിയാണ്, തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂരി. അപ്പോൾ കളഭാലങ്കാരം ഉണ്ടായത് നമ്മുടെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. ഇന്ന് ശ്രീലകത്ത് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാട്ടോ. നല്ല വയറൊക്കെ കുറച്ചൊക്കെ വയറൊക്കെ ഉള്ളൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. അത് പുത്തരി പായസം ഇങ്ങനെ കുടിച്ചിട്ട് എത്ര ഗ്ലാസ്സാണ് കുടിച്ചിട്ടാണ് ആവട്ടോ. നന്നായിട്ട് കുടിച്ചിടണം. വയറ് കുമ്പൊക്കെ നല്ല വീർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുടിച്ച് ആ ഭക്തരെങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കാൻ ഞാൻ കഴിച്ചല്ലോ, ഇനി എല്ലാവരും കഴിച്ചോളെന്നും പറഞ്ഞിട്ട് ആ സന്തോഷത്തിലങ്ങനെ നിൽക്കുകയാണ്. ആ കാലുമ്മിൽ പൊൻതളകളുണ്ട്, കൈകളിൽ തളകളുണ്ട്, ആ മാറിലൊരു നല്ലൊരു പൊട്ട് വെച്ചിട്ടുണ്ട്, തിരുമറ്റിയിൽ പൊട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഗോപിക്കുറിയാണ്. ആ കളഭം കൊണ്ട് തന്നെ പീലിയും ചാർത്തിയിട്ടുണ്ട്, കിരീടം ചാർത്തിയിട്ടുണ്ട്, ആ വനമാല ചൂടിയിട്ടുണ്ട്, നല്ലൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. 2 ഉണ്ടമാലകളുണ്ട്. ഒന്ന് തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒരു ഉണ്ടമാലി, ഒരു താമരയും തെച്ചിയായിട്ടുള്ളൊരു ഉണ്ടമാലി, പിന്നെ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ആളെ ചാർത്തിയിട്ടുണ്ടെന്ന്. വളരെ സന്തോഷമായിട്ടാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നിൽക്കുന്നത്. ആ ഗുരുവായൂർ നടയിൽ ഇങ്ങനെ വരുമ്പോഴേ ഇന്നത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഈ തൃപ്പൂത്തരി ആകുമ്പോൾ നല്ല തിരക്കാണല്ലോ. നന്നായിട്ട് ആ പുത്തരി പായസം കഴിക്കാൻ കിട്ടും. അപ്പോൾ ആ എല്ലാ പുത്തരി പായസം അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പറഞ്ഞ മാതിരി കൊല്ലത്തിലൊരിക്കലുണ്ടാവണ ഉപ്പുമാങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണമാണേ ഇന്നത്തെ സദ്യ എന്ന് പറഞ്ഞാൽ. ആ കാളൻ, ഓലൻ, എന്താ പറയുക, ഉപ്പേരിയും എല്ലാം കൂട്ടിയിട്ട് സമൃദ്ധമായ പാൽപ്പായസം, പാലട ഇന്നെല്ലാം തികഞ്ഞ കണ്ണൻ്റെ പിറന്നാളിനും കൂടി ഇല്ല എങ്ങനെയെന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ തൃപ്പൂത്തരിയുടെ ദിവസം വളരെ കേമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു സന്തോഷമുള്ള ആ ഒരു നിമിഷമാണെന്ന് ഗുരുവായൂരപ്പൻ, ആ കണ്ണൻ, അങ്ങനെ ഉണ്ണിക്കണ്ണൻ നിൽക്കണ്. ആ കുംഭ നോക്കിയാൽ മതി. ഇന്നെന്താ വെച്ചാൽ വയറ് നിറഞ്ഞിട്ടുള്ള ആ കുംഭ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് ആൾ സന്തോഷത്തിൽ. അപ്പോൾ ഒന്ന് എല്ലാവരും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകളെ, എല്ലാ ഭക്തരെയും എൻ്റെ കുംഭം നിറഞ്ഞെണ്ണോ, ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു നോട്ടം ഭാവമൊക്കെ ആയിട്ടാണ് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാൻ എന്താ രസം, ആ പൊന്നുണ്ണിക്കണ്ണനെ. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും, നമ്മളിപ്പോൾ ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ തൃപ്പൂത്തിരി പായസമൊക്കെ വാങ്ങുക, പായസമൊക്കെ കുടിക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുകയാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിലേക്ക് നോക്കുമ്പോഴാണ് ഈ കാണുന്ന കാഴ്ചകളാണിത്. അവിടെ സന്തോഷത്തോടെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും മറന്നിട്ട് ആ ഒരു നിമിഷമെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മുഖം നമ്മളെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുക. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അദ്ദേഹം കാണിക്കും. കാരണം എന്നാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പിറന്നാൾ കഴിഞ്ഞിട്ട് മിഞ്ഞാന്ന് കഴിഞ്ഞ് ഇന്നേക്കിപ്പോൾ വീണ്ടും സദ്യയാണ് കിട്ടിയത്. അപ്പോൾ തൃപ്പൂത്തരിയും കൂടി ആവുകൊണ്ടേ വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പം എല്ലാവരും കൃഷ്ണൻ്റെ, ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ചോളുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.